Hi students, welcome to the online session of your elective paper Computer Application for Publication. Today we are going to start the second module, Word Processing. Word Processor. Word Processor is a type of software application or program used for composing, editing, formatting and printing documents. Earlier, typewriters were the only mode of creating documents. Editing mistakes was not possible on the typewriters. Moreover, multiple copies could not be extracted on the typewriters and typed matter could not be saved on the typewriters. The word processor programs have removed all the limitations of typewriters by providing various powerful features of creating and editing documents in a number of ways. Microsoft Word is the most popular word processor used all over the world. ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷനും അതുപോലെ അത് എഡിറ്റ് ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും പ്രിൻ്റ് ചെയ്യുന്നതിനും വേണ്ടി കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെയാണ് വേർഡ് പ്രൊസസ്സർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ നമ്മൾ ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷന് യൂസ് ചെയ്തിരുന്നത് ടൈപ്പ് റൈറ്റേഴ്സ് ആയിരുന്നു. ടൈപ്പ് റൈറ്ററിൽ പേപ്പർ വെച്ച് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ടൈപ്പ് റൈറ്റേഴ്സിലില്ല. അതുപോലെ തന്നെ ഒരു കോപ്പി മാത്രമേ നമുക്ക് കിട്ടൂ, മൾട്ടിപ്പിൾ കോപ്പീസ് ഒന്നും എടുക്കാനുള്ള സൗകര്യവും ടൈപ്പ് റൈറ്റേഴ്സിൽ ഇല്ലായിരുന്നു. അതുപോലെ ടൈപ്പ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനെ സേവ് ചെയ്യാനുള്ള സൗകര്യവും ടൈപ്പ് റൈറ്റേഴ്സിലില്ലായിരുന്നു. ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ ഈ ലിമിറ്റേഷൻസ് ഒക്കെ റിമൂവ് ചെയ്തുകൊണ്ടാണ് വേർഡ് പ്രൊസസ്സേഴ്സ് കടന്നു വന്നത്. കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് സേവ് ചെയ്യപ്പെടും. അതുപോലെ നമുക്ക് എത്ര കോപ്പീസ് വേണമെങ്കിലും എടുക്കാം. അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നാൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഈ വേർഡ് പ്രൊസസ്സേഴ്സിൽ അവൈലബിൾ ആണ്. വേർഡ് പ്രോസസ്സിംഗ്. വേർഡ് പ്രോസസ്സിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് യുവർ എഡിറ്റിംഗ് എ ഡോക്യുമെൻറ്റ് യൂസിങ് എ വേർഡ് പ്രൊസസ്സർ. വേർഡ് പ്രൊസസ്സർ യൂസ് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ടൈപ്പ് റൈറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്ക് കമ്പ്യൂട്ടറിലെ വേർഡ് പ്രൊസസ്സർ യൂസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. Features of word processors. Following are the main features of word processor. First one, fast and easy. Then editing is possible. Text formatting, copying, page layout, paragraph formatting, mail merge facility, and the last one, font style. Fast and easy. Typing in a word processor is very fast and easy. വേർഡ് പ്രൊസസ്സറിൽ ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ടൈപ്പ് റൈറ്റേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ടൈപ്പ് റൈറ്റേഴ്സിൽ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വേർഡ് പ്രൊസസ്സറിൽ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്ത് തീർക്കാം. എഡിറ്റിംഗ് ഈസ് പോസിബിൾ. ടെക്സ്റ്റ് എഡിറ്റിംഗ് ഈസ് പോസിബിൾ ഇൻ എ വെരി സിമ്പിൾ വേ ഇൻ വേർഡ് പ്രൊസസ്സേഴ്സ്. വേർഡ് പ്രൊസസ്സറിൻ്റെ സെക്കൻഡ് ഫീച്ചറാണ് എഡിറ്റിംഗ് ഈസ് പോസിബിൾ. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ പുതുതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തെടുത്തത് ഡിലീറ്റ് ചെയ്യണം എങ്കിൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ വേർഡ് പ്രൊസസ്സറിൽ ചെയ്യാൻ പറ്റും. ടൈപ്പ് റൈറ്റേഴ്സിലായിരുന്നെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ വേർഡ് പ്രൊസസ്സറിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ്. വേർഡ് പ്രൊസസ്സർ പ്രോഗ്രാംസ് പ്രൊവൈഡ് വേരിയസ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫീച്ചേഴ്സ്. ടെക്സ്റ്റ് ക്യാൻ ബി ഹൈലൈറ്റഡ്, അണ്ടർലൈൻഡ്, ഇറ്റാലിസൈസ്ഡ് എക്സെട്ര. ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനുള്ള ഒരുപാട് ഓപ്ഷൻസ് വേർഡ് പ്രൊസസ്സറിൽ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് അണ്ടർലൈൻ ചെയ്യണം തുടങ്ങിയ ടെക്സ്റ്റ് ഫോർമാറ്റിങ്ങിനുള്ള ഒരുപാട് ഓപ്ഷൻസ് വേർഡ് പ്രൊസസ്സറിൽ അവൈലബിൾ ആണ്. നമുക്ക് സിമ്പിളായിട്ട് അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ് വളരെ അട്രാക്റ്റീവായിട്ട് മാറ്റാൻ പറ്റും. കോപ്പിയിങ്. ദ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ് ഓർ എ പാർട്ട് can be copied to another document by using copy and paste features. വേർഡ് പ്രൊസസ്സറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് കോപ്പിയിങ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമോ അല്ലെങ്കിൽ ആ ഫുൾ ഡോക്യുമെൻറ്റ് നമുക്ക് കോപ്പി ചെയ്ത് മറ്റൊരു ഫയലിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെൻറ്റിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും വേർഡ് പ്രൊസസ്സറിൽ അവൈലബിൾ ആണ്. അതാണ് കോപ്പി ആൻഡ് പേസ്റ്റ് എന്നുള്ള ഫെസിലിറ്റി. ആ ഡോക്യുമെൻറ്റിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോയി എവിടെയാണോ നമുക്കത് വേണ്ടത് അവിടെ കഴ്സർ കൊണ്ടുവച്ച് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് 2 ക്ലിക്കിൽ നടക്കുന്ന കാര്യമാണ്. പേജ് ലേഔട്ട്. ദ യൂസർ ക്യാൻ സെറ്റ് ദ മാർജിൻസ്, ലൈൻ സ്പേസിംഗ് എക്സെട്ര ആസ് പെർ ഹിസ് ചോയ്സ്.
വേർഡ് പ്രോസസ്സറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പേജ് ലേഔട്ട്. ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന യൂസർക്ക് തന്നെ അയാളുടെ ഡോക്യുമെൻറ്റിൻ്റെ പേജ് ലേഔട്ട് തീരുമാനിക്കാം. മാർജിൻ എത്ര വേണം, അല്ലെങ്കിൽ ലൈൻ സ്പേസിങ് എത്ര വേണം, ഇൻഡൻറ്റ് എത്ര വേണം എന്നുള്ളത് യൂസർക്ക് തന്നെ തീരുമാനിക്കാം. അതനുസരിച്ചുള്ള ഡോക്യുമെൻറ്റുകൾക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനും വേർഡ് പ്രോസസ്സറിലൂടെ സാധിക്കും. Paragraph formatting. Paragraphs can be made attractive by using different paragraph formatting options. വേർഡ് പ്രോസസ്സറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് പാരഗ്രാഫ് ഫോർമാറ്റിംഗ് എന്നുള്ളത്. ഓരോ പാരഗ്രാഫും ഫോർമാറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റാനുള്ള സൗകര്യം വേർഡ് പ്രോസസ്സേഴ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ചില പാരഗ്രാഫ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈലിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ സ്പേസിങ്ങിൽ വ്യത്യാസം വരുത്തണം. അങ്ങനെ തുടങ്ങി പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും, ഒരുപാട് ഓപ്ഷൻസ് വേർഡ് പ്രോസസ്സറിൽ അവൈലബിൾ ആണ്. ആ പാരഗ്രാഫുകൾ ഫോർമാറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻ്റ് വളരെ അട്രാക്റ്റീവായി മാറ്റാൻ നമുക്ക് പറ്റും. മെയിൽ മെർജ് ഫെസിലിറ്റി. മെയിൽ മെർജ് ഫെസിലിറ്റി ഈസ് അവൈലബിൾ ഇൻ വേർഡ് പ്രോസസ്സർ പ്രോഗ്രാംസ്. വേർഡ് പ്രോസസ്സറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് മെയിൽ മെർജ് ഫെസിലിറ്റി. ഒരേ സമയം ഒരേ മെസ്സേജ് തന്നെ ഒന്നിൽ കൂടുതൽ പേഴ്സൺസിന് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഇത് വേർഡ് പ്രോസസ്സേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് നമ്മളെ ടൈം ലാഭിക്കും. ഒറ്റ സമയം കൊണ്ട് തന്നെ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ ഒരേ മെസ്സേജ്, എത്ര വലിയ മെസ്സേജ് ആയിക്കോട്ടെ ചെറിയ മെസ്സേജ് ആയിക്കോട്ടെ, അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക്, ഡിഫറെൻറ്റ് പേഴ്സൺസിന് ഒരേ സമയം തന്നെ അയക്കാനുള്ള സൗകര്യം വേർഡ് പ്രോസസ്സേഴ്സിൽ അവൈലബിൾ ആണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഒരേ മെസ്സേജ് തന്നെ സെൻഡ് ചെയ്യുന്നതിനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. Font styles. Varieties of fonts are available in word processor programs. The user can choose the desired font in the required size. അതുപോലെ വേർഡ് പ്രോസസ്സറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഫോണ്ട് സ്റ്റൈൽ. ഒരുപാട് ഫോണ്ട് സ്റ്റൈൽസ് വേർഡ് പ്രോസസ്സറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സ്റ്റൈൽ തിരഞ്ഞെടുക്കാം. അതുപോലെ ഫോണ്ട് സൈസും നമുക്ക് തിരഞ്ഞെടുക്കാം. യൂസറിന് ആവശ്യമായിട്ടുള്ള ഫോണ്ട് സ്റ്റൈൽ ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. യൂസറിന് ആവശ്യമുള്ള ഫോണ്ട് സൈസ് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്താൽ സൈസും മാറും. Microsoft Word 2013. It is a full-featured word processing program which can be used for any work involving creating and managing text. It is used for preparing letters, reports, bills, and design brochures, etc. The widely used version of Microsoft Word is Microsoft Word 2013. It offers a number of modern, enhanced, and innovative features and tools. The user interface of Microsoft Word 2013 is convenient and user-friendly. In Microsoft Word 2013, you can easily create professional-looking documents by using the predefined templates. You can add themes, pictures, shapes, tables, and much more to Word documents. Word 2013 also allows you to save your documents in portable document format, that means PDF. Word was first released in 1983 with the name Multi-Tool Word for Xenix Systems. Later, it was renamed as Microsoft Word and released for IBM PC in the same year. ഒരു വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യുന്നതിനും ഫോർമാറ്റ് ചെയ്യുന്നതിനും ആ ഡോക്യുമെൻറ്റിനെ മാനേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വേർഡ് പ്രോസസ്സർ. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു വേർഡ് പ്രോസസ്സറാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യപ്പെടുന്ന മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 2013 വേർഷനാണ്. മുമ്പുണ്ടായിരുന്ന മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ വേർഷനേക്കാൾ കുറേ കൂടി ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള വേർഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ 2013 വേർഷൻ. നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഇമേജസ് ആഡ് ചെയ്യാം, അതുപോലെ വീഡിയോസ് ആഡ് ചെയ്യാം, സൗണ്ട് ആഡ് ചെയ്യാം, ടേബിൾ ആഡ് ചെയ്യാം, ഷേപ്സ് ആഡ് ചെയ്യാം, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ് മൈക്രോസോഫ്റ്റ് വേർഡിൽ അവൈലബിൾ ആണ്. അതുപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് PDF ആയിട്ട് സേവ് ചെയ്യാനുള്ള സൗകര്യവും മൈക്രോസോഫ്റ്റ് വേർഡ് 2013 അവൈലബിൾ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് റിലീസ് ചെയ്യുന്നത് 1983 മൾട്ടി ടൂൾ വേർഡ് എന്നുള്ള പേരിലായിരുന്നു. പിന്നീട് അത് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള പേരിൽ തന്നെ ആ വർഷത്തിൽ തന്നെ റിലീസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഫീച്ചേഴ്സ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് 2013: സേവ് ടു ഡ്രൈവ്, അലൈൻമെൻറ്റ് ഗൈഡ്സ്, റീഡ് മോഡ്, എഡിറ്റിംഗ് PDFs, resume your work, search and replace, spelling and grammar checking, protection of document, and thesaurus. Save to drive.
Word 2013 makes it easy to save all your files in the cloud storage by default, so they are always available to the user at anywhere. മൈക്രോസോഫ്റ്റ് വേർഡ് 2013 വെർഷൻ്റെ ഫസ്റ്റ് ഫീച്ചറാണ് സേവ് ടു ഡ്രൈവ്. ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അത് സേവ് ചെയ്യുമ്പോൾ 2013 വെർഷനിൽ അത് സേവ് ചെയ്യപ്പെടുന്നത് ഡിഫോൾട്ടായിട്ടും ഡ്രൈവിലേക്കായിരിക്കും, ക്ലൗഡ് സ്റ്റോറേജിലേക്കായിരിക്കും ഇത് സേവ് ചെയ്യപ്പെടുന്നത്. ഡ്രൈവിലോട്ട് സേവ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ യൂസർക്ക് എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഏത് സിസ്റ്റത്തിൽ നിന്നും അയാൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. കാരണം സേവ് ചെയ്യപ്പെടുന്നത് ഡ്രൈവിലേക്കാണ്. അയാളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ അയാൾക്ക് ഏത് സിസ്റ്റത്തിൽ നിന്നും അയാളുടെ ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള ആ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അയാൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അലൈൻമെൻറ്റ് ഗൈഡ്സ്. Alignment guide in Word 2013 helps to place pictures exactly where you want them. മൈക്രോസോഫ്റ്റ് വേർഡ് 2013 മറ്റൊരു ഫീച്ചറാണ് അലൈൻമെൻറ്റ് ഗൈഡ്സ്. ഈ അലൈൻമെൻറ്റ് ഗൈഡ്സ് യൂസറിനെ അയാളുടെ ഡോക്യുമെൻറ്റിൽ പിക്ചർ പ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അയാളുടെ ഡോക്യുമെൻറ്റിൽ പിക്ചർ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് ഏത് ഭാഗത്ത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്സ് അലൈൻമെൻറ്റ് ഗൈഡ്സിൽ നിന്ന് അവൈലബിൾ ആകും. റീഡ് മോഡ്. A new feature called Read Mode removes all of the menus in the Word to provide a distraction-free view of Word document. Reading is more comfortable in Read Mode. Microsoft Word 2013 നെക്സ്റ്റ് ഫീച്ചറാണ് റീഡ് മോഡ് എന്നുള്ളത്. ഇത് 2013 മാത്രം അവൈലബിൾ ആവുന്ന ഒരു ഫീച്ചറാണ്. അതായത് യൂസർക്ക് അയാൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻ്റ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് അയാളുടെ ഡോക്യുമെൻ്റ് മാത്രം വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. വേറെ മെനൂസ് ഒന്നും കാണുന്നില്ല, ഈ ഡോക്യുമെൻ്റ് മാത്രം വ്യൂ ചെയ്യാം. അത് നോക്കി അയാൾക്ക് വളരെ വ്യക്തമായിട്ട് അയാളുടെ ഡോക്യുമെൻ്റ് വായിക്കാനുള്ള സൗകര്യം മൈക്രോസോഫ്റ്റ് വേർഡ് 2013 അവൈലബിൾ ആണ്. എഡിറ്റിംഗ് PDFs. Microsoft Word 2013 enables to open and edit a PDF document easily without converting it to a Word document. 2013 മൈക്രോസോഫ്റ്റ് വേർഡ് 2013 വെർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് എഡിറ്റിംഗ് PDF പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാനും അതുപോലെ അതിനെ വേർഡിലോട്ട് കൺവേർട്ട് ചെയ്യാതെ തന്നെ PDF ഫോർമാറ്റിൽ ഇട്ട് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം 2013 അവൈലബിൾ ആണ്. മുമ്പെയുള്ള വേർഷൻസിലാണെങ്കിൽ നമ്മൾ വേർഡിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സിനെ വേർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണമായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്യാൻ. പക്ഷേ 2013 വേർഷനിൽ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ 2013 വേർഷനിലാണെങ്കിൽ ആ PDF ഫോർമാറ്റിൽ ഇട്ട് കൊണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ്. Resume your work. When you reopen a document, Word 2013 remembers where you were and lets you keep reading or editing right where you let off. മൈക്രോസോഫ്റ്റ് വേർഡ് 2013 അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് റെസ്യൂം. ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു യൂസർ അതിനെ പകുതി വഴിയിലാക്കി എഴുന്നേറ്റ് കഴിഞ്ഞു വീണ്ടും അയാൾ ആ ഫയൽ റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അയാൾ എവിടെ വെച്ചാണോ ആ വർക്ക് സ്റ്റോപ്പ് ചെയ്തിരുന്നത് അത് തൊട്ട് തന്നെ അയാൾക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. വീണ്ടും ആദ്യം മുതൽ എടുത്തു വെച്ച് വായിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ആദ്യം മുതൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ വെച്ചാണോ അയാളത് സ്റ്റോപ്പ് ചെയ്തിരുന്നത് അതുതൊട്ട് തന്നെ വീണ്ടും അത് പ്ലേ ആയി തുടങ്ങും. അതിനാണ് റെസ്യൂം എന്ന് പറയുന്നത്. ആ റെസ്യൂം ചെയ്യാനുള്ള ഫെസിലിറ്റി 2013 വേർഷനിൽ അവൈലബിൾ ആണ്. Search and replies. Word 2013 helps to find and replace a word or a sentence from the text. 2013 വേർഷനിലെ മറ്റൊരു ഫീച്ചറാണ് സെർച്ച് ആൻഡ് റീപ്ലേസ്. ഒരു യൂസർക്ക് അയാൾ പ്രിപ്പയർ ചെയ്ത ഡോക്യുമെൻറ്റിൽ ഏതെങ്കിലും ഒരു വേർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് സെർച്ച് ചെയ്ത് ആ സെൻറ്റൻസ് അല്ലെങ്കിൽ വേർഡ് കണ്ടുപിടിക്കാനും അതിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ഫെസിലിറ്റി മൈക്രോസോഫ്റ്റ് വേർഡ് 2013 അവൈലബിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ അതിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അല്ലാതെ മുഴുവൻ ഡോക്യുമെൻ്റ് ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല. സെർച്ച് ചെയ്താൽ മാത്രം മതി. സെർച്ച് ഓപ്ഷൻ എടുത്ത് ഏത് വേർഡാണോ വേണ്ടത് ആ വേർഡിനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അത് ഏത് ഭാഗത്താണെന്നുള്ളത് കാണാൻ പറ്റും, ഹൈലൈറ്റ് ചെയ്ത് വരും. ആ ഭാഗത്ത് നോക്കുക, എന്നിട്ട് തിരുത്താനുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക. Spelling and grammar checking. The spell check feature consists of a built-in dictionaries. If any word is misspelled, it can be traced and corrected. Microsoft Word 2013 വേർഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ ഇൻബിൽറ്റ് ആയിട്ട് ഡിക്ഷണറീസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂസർ ഒരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേർഡിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ അത് വേർഡ് തന്നെ അതിനെ ട്രേസ് ചെയ്യുകയും കറക്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ യൂസർക്ക് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള സൗകര്യം
വേർഡിൽ അവൈലബിൾ ആണ്. ഡിക്ഷണറീസ് ഇൻബിൽറ്റ് ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേർഡ് തന്നെ ട്രേസ് ചെയ്യും. Protection of document. Word 2013 can prevent unauthorized persons from changing the document or deleting the document. This can be protected by giving passwords. വേർഡ് 2013 വേർഷൻ്റെ മറ്റൊരു ഫീച്ചറാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഒരു യൂസർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെൻറ്റിനെ മറ്റൊരു യൂസർക്ക് ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി, മറ്റൊരു യൂസർ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാതിരിക്കാനും ആ ഡോക്യുമെൻറ്റിൽ ചേഞ്ചസ് കൊണ്ടുവരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ 2013 വേർഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പാസ്വേഡ് നൽകിക്കൊണ്ടായിരിക്കും. യൂസർക്ക് അയാളുടെ ഡോക്യുമെൻറ്റിന് പാസ്വേഡ് നൽകിക്കൊണ്ട് അതിനെ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു വ്യക്തിക്കും അത് ആക്സസ് ചെയ്യാനോ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാനോ സാധിക്കില്ല. തെസോറസ്. വേർഡ് ഹാസ് എ ബിൽറ്റ് ഇൻ തെസോറസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ഫയൽ ദാറ്റ് കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് സിനോണിംസ്. വേർഡിൻ്റെ മറ്റൊരു ഫീച്ചറാണ് തെസോറസ് എന്ന് പറയുന്നത്. അതായത് ഒരു വേർഡിൻ്റെ സിനോണിംസ് ആണ്, ലിസ്റ്റ് ഓഫ് സിനോണിംസ് ആണ് തെസോറസ് എന്ന് പറയുന്നത്. നമുക്കൊരു വേർഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള തെസോറസ് തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. കൺക്ലൂഡിങ് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.